തട്ടിക്കൊണ്ടുപോകുന്ന ആളുമായി അടുപ്പത്തിലാകുന്നതും പ്രണയത്തിലാകുന്നതും സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് സിനിമയല്ലേ? യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് പറയാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് ജയ്പൂരിൽ നിന്നുള്ള ഈ വാർത്ത തെളിയിക്കുന്നത്. തട്ടിക്കൊണ്ടുപോയ പ്രതിയുമായി അടുത്ത 2 വയസ്സുകാരനൊടുവിൽ അമ്മയുടെ അടുത്തേക്ക് തിരികെ പോകാൻ മടിക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ജയ്പൂരിലെ സംഗനേർ സദർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം. 2023 ജൂൺ 14 സംഗനേർ പ്രദേശത്ത് നിന്നാണ് 11 മാസം പ്രായമുള്ള പൃഥ്വി എന്ന കുട്ടിയെ പ്രതി തട്ടിക്കൊണ്ടുപോയത്. UP പോലീസിലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹെഡ് കോൺസ്റ്റബിൾ തനൂജ് ചാഹറാണ് കുട്ടിയെ തട്ടിയെടുത്തത്. നേരത്തെ UP പോലീസിന്റെ പ്രത്യേക സംഘത്തിലും നിരീക്ഷണ സംഘത്തിലും തനൂജ് ഉണ്ടായിരുന്നു. പോലീസ് തിരിച്ചറിയാതിരിക്കാൻ മുടിയും താടിയും വളർത്തി വൃന്ദാവനത്തിലെ പരിക്രമപാതയിൽ യമുന നദിക്ക് സമീപം ഖാദർ പ്രദേശത്ത് സന്യാസിയായിട്ടാണ് ചാഹർ താമസിച്ചിരുന്നത്. പോലീസ് നടപടികളെ കുറിച്ച് പരിചയമുള്ളതിനാൽ ഒളിവിൽ കഴിയുമ്പോൾ പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല. പിടിക്കപ്പെടാതിരിക്കാൻ ഇടയ്ക്കിടെ സ്ഥലം മാറ്റിയിരുന്നു. ആരുമായും പരിചയം സ്ഥാപിക്കാതിരിക്കാനും ചാഹർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അന്വേഷണത്തിനിടയിൽ പ്രതിയുടെ തലയ്ക്ക് 25,000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. കുട്ടിയുടെ അമ്മയുടെ ബന്ധുവാണ് പ്രതിയെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. 14 മാസത്തോളം കുട്ടിയെ തടവിലാക്കിയിട്ടും തനൂജ് പൃഥ്വിയെ ഉപദ്രവിച്ചിരുന്നില്ല. സ്വന്തം മകനെ പോലെ അവനു വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തിരുന്നു. ഈ കാലയളവിനിടയിൽ ചാഹറും കുഞ്ഞുമായി വേർപിരിയാനാകാത്ത വിധത്തിലുള്ള ബന്ധം ഉടലെടുത്തിരുന്നതായി പോലീസ് പറയുന്നു. വിവിധ സംസ്ഥാനങ്ങളിലുടനീളം നടത്തിയ അന്വേഷണത്തിനും പരിശോധനകൾക്കും ഒടുവിൽ ആഗസ്റ്റ് 27 പ്രതിയെ പിടികൂടിയത്. 27 തനൂജ് അലിഗഡിലേക്ക് പോയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയപ്പോൾ പ്രതി കുട്ടിയുമായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും 8 കിലോമീറ്ററോളം പിന്തുടർന്ന് പിടികൂടുകയുമായി. പരാതിക്കാരിയായ പൂനം ചൌധരിയെയും തട്ടിക്കൊണ്ടുപോയ കുട്ടിയായ കുക്കു എന്നറിയപ്പെടുന്ന പൃഥ്വിയെയും തനൂജ് തനിക്കൊപ്പം താമസിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥരായ അഡീഷണൽ DCP പൂനം ചന്ദ് വിഷ്ണോയ്, പരസ് ജെയിൻ എന്നിവർ വെളിപ്പെടുത്തി. എന്നാൽ പൂനം അദ്ദേഹത്തോടൊപ്പം പോകാൻ തയ്യാറായില്ല. തുടർന്ന് തനൂജും കൂട്ടാളികളും ചേർന്ന് കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തന്നെ അനുസരിക്കാത്ത പൂനത്തെ തനൂജ് നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളെ കുറിച്ച് അറിയാൻ തനൂജിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടി പ്രതിയെ കെട്ടിപ്പിടിച്ചു കരയുന്നതും അതുകണ്ട് തനൂജ് വികാര നിർഭരനാകുന്നതും വീഡിയോയിൽ കാണാം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടിയെ പ്രതിയിൽ നിന്നും ബലമായി വേർപ്പെടുത്തി അമ്മയ്ക്ക് കൈമാറിയെങ്കിലും കുട്ടി കരച്ചിൽ തുടർന്നു. തട്ടിക്കൊണ്ടുപോയിട്ടും പ്രതിയുമായുള്ള കുട്ടിയുടെ അടുപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരെ ധർമ്മസങ്കടത്തിലാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല. നന്ദി.